എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ആരാണ് യുറീച്ചി. നമ്മുടെ ടാഞ്ചിറോയും യുറീച്ചിയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഒരുപാട് പേര് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ ടാഞ്ചിറോൻ്റെ ഫാദറാണ് യുറീച്ചി എന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും യുറീച്ചി ആരായിരുന്നു എന്നുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പോരാത്തിന് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ യുറീച്ചി ജനിക്കുന്നത് തന്നെ ഡീമൺ സ്ലെയർ മാർക്കോടുകൂടി തന്നെയാണ്. ഇതുകൊണ്ട് തന്നെ യുറീച്ചിയുടെ ബീത്തിങ് സ്റ്റൈല് മറ്റുള്ള ആൾക്കാരെ അപേക്ഷിച്ച് വളരെ ആക്യുറസി കൂടിയതും ഭയങ്കര പവർഫുള്ളായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു ബീസ്റ്റ് ആയിരുന്നു യുറീച്ചി. ജനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ കറൻറ്റ് ജനറേഷന് ഒരുപാട് കാലം മുമ്പ് സെങ്കോക്കു എറ എന്ന് പറഞ്ഞ എറയിലാണ് നമ്മുടെ യുറീച്ചി ജനിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ബ്രീത്തിങ് സ്റ്റൈലൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഒരു മേജർ ഇൻസിഡൻറ്റ് കൊണ്ടാണ് യുറീച്ചി ഡീമൺ സ്ലെയർ കോർപ്സിലേക്ക് വരുന്നത്. യുറീച്ചി വന്നതിന് ശേഷമാണ് നമ്മുടെ ബ്രീത്തിങ് ടെക്നിക് എന്നൊരു സംഭവം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പുള്ളിക്കാരൻ്റെ വേറൊരു പേരാണ് ക്രിയേറ്റർ ഓഫ് ബ്രീത്തിങ് സ്റ്റൈൽസ് എന്ന്. ആദ്യമായി ക്രിയേറ്റ് ചെയ്യുന്ന ഫോം എന്ന് വെച്ചാൽ നമ്മുടെ സൺ ബ്രീത്തിങ് ആണ്. സൺ ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ഡേഞ്ചറസ് ആൻഡ് പവർഫുൾ ബ്രീത്തിങ് സ്റ്റൈലാണ്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ബാക്കിയുള്ള ഡീമൺ സ്ലെയർ കോർപ്സിന് ആർക്കും തന്നെ ഇത് മാസ്റ്റർ ചെയ്യാനോ ഇത് ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യാനോ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സൺ ബ്രീത്തിങ്ങിൽ നിന്നും അവരെ സ്വന്തമായിട്ട് ഒരുപാട് ബ്രീത്തിങ് സ്റ്റൈൽസ് ഉണ്ടാക്കുന്നു. അതുപോലുള്ള ഒരുപാട് ബ്രീത്തിങ് സ്റ്റൈലുകളാണ് നമ്മൾ കണ്ടുവരുന്നത്. നമ്മുടെ ലൈറ്റ്നിങ്, വാട്ടർ, പിന്നെ നമ്മുടെ വിൻഡ്, ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ. യുറീച്ചിയും ടാഞ്ചിറോ തമ്മിലുള്ള റിലേഷൻ എന്താ വെച്ചാൽ നമ്മുടെ യുറീച്ചി കമാൻഡോ ഫാമിലിയിലെ ഒരു മെമ്പറായ സുമിയോഷി കമാൻഡോനെ ഒരു ഡീമൻ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കുന്നു. ഇതിൽ നിന്ന് അവർ രണ്ടുപേരും വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആകുന്നു. പിന്നെ നമ്മുടെ ഈ സൺ ബ്രീത്തിങ് വേറെ ആർക്കും മാസ്റ്റർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും പിന്നെ അത് ജനറേഷനായി നമുക്കിങ്ങനെ കൈമാറി വരാനായിട്ടും യുറീച്ചിക്ക് ഫാമിലി ആയിട്ടോ അങ്ങനെ ആരും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൺ ബ്രീത്തിങ് നമ്മുടെ യുറീച്ചിയുടെ ഫ്രണ്ടായ സുമിയോഷി കമാൻഡോക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഈ കമാൻഡോ ഫാമിലിയുള്ള ആരും ഒരു സ്പോർട്സ്മാനോ അഥവാ ഒരു സാമുറായി അങ്ങനെ ആരുമല്ല. അതുകൊണ്ട് തന്നെ അവർ ഇത് അടുത്ത ജനറലിലേക്ക് പാസ് ചെയ്യുന്നത് ഒരു ഡാൻസിൻ്റെ രൂപത്തിലാണ്. ആ ഡാൻസാണ് ഹീനോ കമിക്കാഗ്ര. അതാണ് നമ്മുടെ ഇപ്പോൾ ടാഞ്ചിറോ നമ്മുടെ ബ്രീത്തിങ് സ്റ്റൈലാക്കി സൺ ബ്രീത്തായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതാണ് അവർ തമ്മിലുള്ള ഒരു റിലേഷൻ. അപ്പോൾ നമ്മുടെ സൺ ബ്രീത്തിങ്ങിന് മൊത്തം 13 ഫോംസ് ആണുള്ളത്. ഈ 13ാമത്തെ ഫോം നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ബാക്കിയുള്ള 12 ഫോംസ് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലൂപ്പായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ 13ാമത്തെ ഫോം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു ഫോം യൂസ് ചെയ്താണ് നമ്മുടെ യുറീച്ചി ഡീമൺ കിങ് ആയ മൂസാനെ 1v1 ഡിഫീറ്റ് ചെയ്യുന്നത്. ഏകദേശം ആ ഒരു ടൈമിൽ യുറീച്ചി നമ്മുടെ മൂസാനെ 1500 പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിലാണ് നമ്മുടെ മൂസാൻ അന്ന് റീജനറേറ്റായി അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ യുറീച്ചി ഡെവലപ്പ് ചെയ്ത് വന്നിരുന്ന വേറൊരു ടെക്നിക്കാണ് നമ്മുടെ ട്രാൻസ്പെറൻറ്റ് വേൾഡ്. ഇത് യൂസ് ചെയ്ത് നമ്മുടെ ഡീമൻസിൻ്റെ അകത്തുള്ള പാർട്സ് എല്ലാം നമുക്ക് ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നതാണ്. ഇത് യൂസ് ചെയ്ത് അവരായിട്ട് ഫൈറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. പക്ഷേ നമ്മുടെ ഒരു നോർമൽ ഡീമനാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഒരു അപ്പർ മൂൺ ആണെങ്കിൽ നമുക്ക് ഇതുണ്ടെങ്കിൽ അവരെ ഈസി ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റും. അവരെ ബ്ലൈൻഡ് സ്പോട്ട് നോക്കി അവിടെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ വീക്കാവും. നമ്മുടെ കിബുട്സുച്ചി മൂസാൻ്റെ തല നമുക്ക് അറുത്ത് കഴിഞ്ഞാൽ പോലും മൂസാൻ ഈസി ആയിട്ട് തന്നെ അത് റീജൻ ചെയ്യും. പക്ഷേ മൂസാൻ്റെ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് മൂസാൻ്റെ ബ്ലൈൻഡ് സ്പോട്ടിൽ അറ്റാക്ക് ചെയ്താൽ മൂസാൻ നല്ല രീതിയിൽ തന്നെ വീക്കാവും. നമ്മൾ മാങ്കിൽ കണ്ടതാണ്. നമ്മുടെ യുറീച്ചി യൂസ് ചെയ്യുന്നത് നമ്മുടെ റെഡ് നീച്ചറി സോഡായിരുന്നു. ഈ റെഡ് നീച്ചറി സോഡിൻ്റെ പുറത്തെന്ന് വെച്ചാൽ ഇതുകൊണ്ട് ഡീമൻസിനെ അറ്റാക്ക് ചെയ്താൽ അവർക്ക് പെട്ടെന്നൊന്നും റീജനറേറ്റ് ആവാൻ സാധിക്കില്ല. നമ്മുടെ യുറീച്ചിക്ക് ആകെയുള്ളത് ഒരു എൽഡർ ബ്രദറാണ്. ആ എൽഡർ ബ്രദറാണ് നമ്മുടെ കൊക്കോഷിബു. അപ്പോൾ കൊക്കോഷിബിനായിട്ടുള്ളൊരു വീഡിയോ ഞാനത് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തേക്ക് വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിരുന്നവരെ ബൈ. 目を閉じて思い出す過ぎ去